മന്ത്രിസഭയിൽ പുതുമുഖമാണെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ് CP ജോൺ. മന്ത്രിയായ CP ജോണാണ് ജനം ടിവിയോടൊപ്പം ചേരുന്നത്. ആദ്യ പ്രഖ്യാപനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്രയാണെങ്കിലും KSRTC ബസ് യാത്രയാണെങ്കിലും അത് ടീം UDFിൻ്റെ പ്രഖ്യാപനമായി കാണുന്നു. ഗതാഗതം വകുപ്പിലേക്ക് അങ്ങേ പരിഗണിക്കുന്നത് കൊണ്ടും ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ വകുപ്പിലേക്ക് ചുമതല വഹിക്കാൻ പോകുന്ന മന്ത്രി എന്ന നിലയിലും അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വപ്ന പദ്ധതിയുണ്ടോ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട്? അത് പൊതുഗതാഗതം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇൻ ജനറൽ. അതിൻ്റെ കണക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. 30,000 പ്രൈവറ്റ് എന്ന് പറയുന്ന ബസ്സുകളും അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇൻഡിവിജ്വൽ ഓപ്പറേറ്റേഴ്സ് കൊണ്ടുവന്ന ബസ്സുകളും KSRTC എന്ന പൊതുമേഖല കൊണ്ടുവന്ന 6,000 അടക്കം 36,000 ബസ്സുണ്ടായിരുന്നു. ആ 36,000 എന്നുള്ള 8ഉം 3ഉം 11ആയി ചുരുങ്ങി, 3-1. അതാണ് ഈ 10 വർഷത്തെ ബാലൻസ് ഷീറ്റ്. അതൊക്കെയാണ് അവർ തോറ്റത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചെറിയൊരു ബസ് ടിക്കറ്റ് എടുത്ത് പോകുന്ന സ്ഥലത്ത് മോട്ടോർ സൈക്കിൾ മേടിക്കേണ്ട സ്ഥിതിയാണ്, അല്ലെങ്കിൽ അതിന് പെട്രോൾ ഒഴിക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗതം തിരിച്ചു പിടിക്കണം. അത് ആളുകൾക്ക് ഒരു പണം അങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പീഡിക തൊഴിലാളി, അവർക്ക് പിന്നെ ഒരു വനിത, അവർക്ക് ഒരു 1,500-2,000 രൂപ ബസ്സിന് ചിലവുണ്ട്. ഈ ചിലവില്ലെങ്കിൽ അവരുടെ വരുമാനം 17,000 അപ്പോൾ ആ 2,000 രൂപ അവർക്ക് കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കാനോ അച്ഛന് മരുന്ന് വാങ്ങിക്കാനോ കുട്ടികൾക്ക് കളിപ്പാട്ടോ ഉപയോഗിച്ചുകൂടെ? അപ്പോൾ അത് മാർക്കറ്റിലേക്ക് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന സൗജന്യം അത് ആളുകൾ അമേരിക്കയിലൊന്നും കൊണ്ട് ബാങ്കിലിടുകയൊന്നുമില്ല. അതിലെന്തെങ്കിലും മാനദണ്ഡങ്ങൾ വയ്ക്കുമോ? അതായത് ഫാസ്റ്റ് ബസ്, ഓർഡിനറി ബസ്, അതൊന്നും ഇപ്പോൾ നമ്മൾ പറയാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇല്ലാത്തതുണ്ടാവും. ഈ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് രാത്രി 10:00-ക്ക് ശേഷം അല്ലെങ്കിൽ 9:00-ക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരം നഗരത്തിലടക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റുകൾ, മിന്നൽ ബസ്സുകളുടെ സൗകര്യമാണുള്ളത്. അപ്പോൾ അതല്ലാതെ പുതിയതായിട്ട് ഇനി ലോക്കൽ ബസ്സുകൾ അധികം ഓടുന്നുണ്ടെങ്കിൽ പോലും ഈ രാത്രി കാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു സേവനം ബസ്സുകൾ വേണം. ലോക്കൽ ബസ്സുകൾ ധാരാളമായിട്ട് വേണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കണം. അതെല്ലാ നഗരങ്ങളിലും നഷ്ടവും ലാഭം നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ IT സെക്ടറിലും അതുപോലെ ടൂറിസം സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന വിമൻ അവരാണല്ലോ. അവർക്ക് ആദ്യം തന്നെ വരുന്ന കുട്ടിയോട് ചോദിക്കുന്നത് എന്താ, എത്ര മണി വരെ ജോലി ചെയ്യും? അപ്പോൾ എനിക്ക് 5 മണിക്ക് പോകണം. അപ്പോൾ ആ കുട്ടി നെക്സ്റ്റ് അടുത്ത ആളെ വിളിച്ചു. അടുത്ത ആൾ പറയും എനിക്ക് 7 മണിക്ക് പോയാൽ മതി. ആ കുട്ടിയുടെ വീട് അടുത്തായിരിക്കും. അപ്പോൾ അടുത്ത ആൾ പറയുകയാണ് എനിക്ക് 8 മണിക്ക് പോയാൽ മതി. അപ്പോൾ 8 മണിക്ക് പോയാൽ മതി എന്നാളെ നിയമിക്കുന്നു. കാരണം ആക്സസ് ഇല്ല, നമ്മുടെ തൊഴിലിടങ്ങളോടുള്ള ആക്സസ് ഇല്ല. ഇനി പോകണമെന്ന് ആ കുട്ടിക്ക് വിരോധമില്ല എങ്കിൽ പോലും 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബസ്സില്ല, ആ വീട്ടിലേക്കുള്ള ആ ബസ്സില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ വരും. മറ്റൊരു ട്രാൻസ്പോർട്ട് ശക്തമാകുന്നതോടുകൂടി തൊഴിലാളികളുടെ വരുമാനത്തിൽ മാറ്റം വരും. അതാണ്. നവകേരള ബസ്സുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ കൊട്ടി ആഘോഷിച്ച് യാത്ര നടത്തിയ ബസ്, അത് KSRTC ഏറ്റെടുത്ത് ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട്. ആ നവകേരള ബസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും? അയ്യോ, അതൊക്കെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പോയില്ലേ, ഗോൺ വിത്ത് ദ വിൻഡ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഔദ്യോഗിക വസതിയെ സംബന്ധിച്ചിടത്താണ്. അങ്ങക്ക് റോസ് ഹൗസ് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതും ഹൗസാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും അത് തന്നെയാണ് പാസ്സായിട്ട് വരുന്നത്. എൻ്റെ ഓഫീസ് മെയിൻ ബ്ലോക്കിൽ പഴയ ഹെറിറ്റേജ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ 1ാം നിലയിൽ 2 ഹെറിറ്റേജാണ്, റോസ് ഹൗസും അതെ ഇത്. ഇപ്പോൾ നമ്മുടെ പഴയ ബിൽഡിങ്ങിൽ ഇപ്പോൾ 2 പേരേ ഉള്ളൂ. സെക്രട്ടറിമാരാണ് കൂടുതൽ. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവർക്കും അവിടെ മന്ത്രി ഭവനത്തിലേക്ക് ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. അതാ വീടെങ്കിൽ അപ്പോൾ അവിടെ വരാം, വരുമ്പോൾ ചായ കുടിക്കാം. വെൽക്കം കേട്ടോ. അവസാനമായി ഒരു ചോദ്യം കൂടി, ഈ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിലും ഗതാഗത മന്ത്രി അത് കർശനമാക്കിയ തരത്തിൽ ഒരു വിഭാഗം അംഗീകരിക്കുകയും മറുവിഭാഗം അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ആ ലൈസൻസ് അടക്കമുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും പരിശോധനയോ അല്ലെങ്കിൽ ഭേദഗതിയോ? അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് അല്ലേ, ഒക്കെ വരട്ടെ. ഞാൻ ചാർജ് എടുത്താലല്ലേ അതൊക്കെ പറയണ്ടു. ജനറൽ പോളിസിയല്ല UDFിൻ്റെ ആണല്ലോ. ഓക്കെ, റൈറ്റ്. തീർച്ചയായും പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് അത് വിപുലപ്പെടുത്തുന്ന നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്നതോടുകൂടി പൊതുഗതാഗത മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ടീം UDFിൻ്റെ ലക്ഷ്യം പോലെ താനും ആ തീരുമാനത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രിയാകാൻ പോകുന്ന CP ജോൺ പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അനുജിനോടൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.